വിടുതൽ സൗഖ്യ സംരക്ഷണ പ്രാർത്ഥന. ഈ ബുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത് ആർക്കും കറക്റ്റായിട്ട് അറിയാനായിട്ടുള്ളൊരു ചാൻസില്ല. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കാമെന്ന് നോക്കാം. വിടുതൽ സൗഖ്യ സംരക്ഷണ പ്രാർത്ഥന. അപ്പോൾ ഇത് നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യവും ഒരു മിനിമം ശബ്ദത്തിലെങ്കിലും നമ്മൾ വായിക്കണം. അതായത് പുറത്തേക്ക് ശബ്ദം വരുന്ന രീതി വേണം വായിക്കാനായിട്ട്. അത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഓരോ അതിലെഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വായിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ അതുമാത്രമല്ല, അതിൻ്റേതായിട്ടുള്ള സമയം എടുത്ത് തന്നെ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് എടുക്കില്ലായിരിക്കാം ഇത് വായിച്ച് തീരാനായിട്ട്. പക്ഷേ ആ ഒരു സമയം നമ്മൾ നമ്മുടെ ജീവിത വ്യഗ്രതകളും മറ്റുള്ള ചിന്തകളും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈശോയിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് ഈശോയിൽ ആയിരുന്നു വേണം നമ്മൾ ഈ ഒരു പുസ്തകം വായിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത് വായിച്ചു തുടങ്ങാം. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. തുടക്കത്തിൽ തൊട്ട് വിടുതൽ സൗഖ്യ സംരക്ഷണ പ്രാർത്ഥന. ജ്ഞാനം 10:21. ജ്ഞാനം മൂവരുടെ വായ തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. റിസീവ് ദി ഹോളി സ്പിരിറ്റ് വിസ്ഡം ഫയർ. DMPM ഇന്ത്യ, ഡിവൈൻ മേഴ്സി പ്രയർ മിനിസ്ട്രി എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള പേജ് 7 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ സമീപിക്കാം. ഓരോ കാര്യവും നമ്മൾ വായിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം അടുത്തതിലേക്ക് പോകാനായിട്ട്. ഒന്നാമത്തത്, ദൈവത്തെ സ്നേഹിച്ച് മനസ്സിലേക്കൊന്ന് അത് സംഗ്രഹിക്കണം. എന്നിട്ട് ഇഷ്ടത്തോടെ, ഹൃദയപൂർവ്വം, വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ, സംശയിക്കാതെ, പ്രത്യാശയോടെ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് വരുമ്പോൾ വിടുതൽ സൗഖ്യ സംരക്ഷണ പ്രാർത്ഥന. പുസ്തകത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വിസ്ഡം ഫയറിന് നൽകിയ സന്ദേശം. ഒരു വ്യക്തി നിരന്തരം ഈ പുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചാൽ 3000-ലധികം വ്യക്തികളുടെ ആത്മാക്കളുടെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന ഉറപ്പ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. NB, മൗനമായി പ്രാർത്ഥിക്കരുത്, വാക്കുകൾ പുറത്തു വരുന്ന രീതിയിൽ. അടുത്ത പേജിലേക്ക് പോവാം. ഉള്ളടക്കം വായിക്കുക. പ്രാർത്ഥനാ സമർപ്പണം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, മനസ്താപ പ്രകരണം, സ്വർഗസ്നായ പിതാവേ, എത്രയും ദയുള്ള മാതാവേ, കർത്താവിൻ്റെ സംരക്ഷണം, കരുണയുടെ പ്രാർത്ഥന, ദൈവവചനം, മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. ഇത്രയും പ്രാർത്ഥനകളാണ് നമ്മളിതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രാർത്ഥനാ സമർപ്പണം. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും അതിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് ജീവനും ആത്മാവും നൽകി ഇന്നും എന്നും പരിപാലിക്കുന്ന സത്യദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും വിസ്ഡം ഫയറിനെയും പ്രിയപ്പെട്ടവരെയും സമർപ്പണ മേഖലകളെയും ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായി ക്രമപ്പെടുത്തി വിശുദ്ധീകരിച്ച് അതിരുകൾ വിസ്തൃതമാക്കി അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനാൽ ഭരണം ചെയ്യുവാൻ അതിവേഗത്തിൽ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അടുത്ത പേജ്. പരിശുദ്ധാത്മാവിൻ്റെ വചനം. ജോബ് 22-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫിർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ പിതാവേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ഈ ഒരു പ്രാർത്ഥന വായിക്കുമ്പോൾ നമുക്ക് കാണാതെ അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു വാക്ക് വായിച്ച് ഓരോ വാക്കുകളും വായിച്ച് ഓരോ അക്ഷരങ്ങളും വായിച്ച് അതിലൂടെ നമ്മൾ കടന്നു പോകണം.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അടുത്ത പേജ്. എത്രയും ദയുള്ള മാതാവ്. ഇതും നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ കൂടി വായിച്ച് തന്നെ മുന്നോട്ട് പോവുക. അത് ഓരോ വാക്കുകളും നാം മനസ്സിൽ സംഗ്രഹിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ചു നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സംരക്ഷണം. സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരാനിരിക്കുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് അവനെ ഞാൻ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ തൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കരുണയുടെ പ്രാർത്ഥന. കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളായ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും സ്നേഹിതരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അങ്ങ് സ്വതന്ത്രമായി സ്വീകരിച്ച് അങ്ങേ അരുവിയുടെ മാർഗത്തിലൂടെ നയിക്കണമേ. അവിടുത്തെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് ഒരു ബലമേറിയ കോട്ടയായി നിന്ന് കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവവചനം. ജോഷുവ 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടംബലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. പൈശാചിക ശക്തികൾക്കെതിരെ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. മുഖിദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി
ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിലൊരിക്കലും ഞങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ. ആമേൻ. 7 gifts of Holy Spirit. Lord, descend for your spirit and renew the face of the earth. Wisdom, understanding, counsel, fortitude, knowledge, piety, fear of God. ഏറ്റവും അവസാനത്തെ പേജാണ്. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. ഫിലിപ്പി 1:28. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇങ്ങനെയാണ് ഈ ഒരു ബുക്ക് നമ്മൾ വായിച്ച് തീർക്കേണ്ടത്.